ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ കുറച്ച് പാവയ്ക്ക വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കഴിപ്പ് കാരണം കഴിക്കുകയില്ല. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് പാവയ്ക്ക നല്ലതല്ലേ. അപ്പോൾ എനിക്ക് ഷുഗറുണ്ട്, പപ്പയ്ക്ക് ഷുഗറുണ്ട്, ഏട്ടന് ഷുഗറുണ്ട്, എല്ലാവർക്കും ഷുഗറുണ്ട്. അപ്പോൾ പാവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നതിനേക്കാളും അച്ചാറാണെങ്കിൽ അതിൻ്റെ എരിവും പൊളിയൊക്കെ കാരണം നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്ക വെള്ളക്കിടാമെന്ന് വിചാരിച്ചു. നോക്കൂ, ഇത്രയും പാവയ്ക്ക ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉപ്പൊക്കെ പുരട്ടി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത്രയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കല്ലാതെ വേണ്ടത് കടുക്, മഞ്ഞൾപ്പൊടി, പിന്നെന്താ വിനാഗിരി, കായം, പ്രത്യേക സാധനങ്ങളൊന്നും വേണ്ട. എണ്ണ ഇത്ര മതി കേട്ടോ. നമുക്ക് വേഗം നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. എണ്ണ ചൂടായിട്ട് വരുന്നല്ലോ കേട്ടോ. എണ്ണ ചൂടായിട്ടോട്ട് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് നമ്മൾ പാവയ്ക്ക ഇട്ട് കൊടുക്കാതെ ഒന്ന് വഴറ്റി നന്നായിട്ട് വഴറ്റിട്ട് നമ്മൾ എനിക്കിഷ്ടമായിട്ടോ. ഞാൻ ചോറിനോടൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. പാവയ്ക്ക ലേശം ഉപ്പിടാതെ ഇട്ടിട്ട് വഴറ്റാം. ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഷുഗറും ബി.പിയും ഒക്കെ ഉണ്ടാകും. നിങ്ങൾ തന്നെ നോക്കിക്കേ, എനിക്ക് എന്നെ കണ്ടെങ്കിലും പറയുമ്പോൾ എത്ര അസുഖങ്ങൾ നടക്കാനോ ബി.പി ഉണ്ട്, ഷുഗറുണ്ട്, എല്ലാം ഉണ്ട്. വഴറ്റിയെടുക്കും നമുക്ക്. അങ്ങനെ പാവയ്ക്ക ഒന്ന് ചെറുതിനെ വാട്ടിയെടുത്തു. ഇനി നമ്മൾ ആ എണ്ണ നമുക്ക് യൂസ് ചെയ്യണ്ട മീൻസ് കടുക് വറുക്കാൻ വേണ്ടി എടുക്കണ്ട. അപ്പോൾ അതിനകത്ത് പാവയ്ക്കയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കടുക് പൊട്ടുകയില്ല. അപ്പം നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് വെക്കാം, ചൂടാക്കിയിട്ട് ഇതിനകത്ത് തന്നെ എല്ലാം വഴറ്റിയെടുക്കണം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലെ മെയ്ഡ് അതൊക്കെ കഴുകി എനിക്ക് വെളുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. വഴറ്റാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചാൽ ഓൾറെഡി അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വഴറ്റി വെച്ചിട്ടുണ്ട്. ഒത്തിരി എണ്ണയും കൊള്ളുമല്ലോ, കൊളസ്ട്രോളും അത് ഒക്കെ അല്ലേ. എണ്ണ ചൂടായി നമുക്ക് കറിയിടാം കേട്ടോ. ഇച്ചിരി കാര്യം മതി. അങ്ങനെ നമ്മുടെ കടുകിട്ട് പൊട്ടി അതിനകത്തേക്ക് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നമുക്ക് വഴറ്റാം. നന്നായിട്ട് ഇത് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റി അപ്പം നോക്കൂ കേട്ടോ, നമ്മുടെ ഇതെല്ലാം വഴന്നിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും വഴന്നു. പിന്നെ അതിൻ്റെ അകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇടാം. ഇത് നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ കൊടുത്തു വിട്ട മഞ്ഞൾപ്പൊടിയാണേ. നാട്ടിൽ പൊടിച്ചിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അമ്മ കൊടുത്തു വിടും. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായം നമ്മൾ വീട്ടിലുണ്ടാക്കണമല്ലോ. അപ്പം നമുക്ക് എല്ലാത്തിനും ഒരു അന്താജ് മീൻസ് എല്ലാം ഒരു അത്യാവശ്യം നമുക്കറിയാലോ ഇത്രയ്ക്ക് ഇത്ര ചേരണമെന്നൊക്കെ ഉള്ളത്. അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മഞ്ഞപ്പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിച്ച് ചെറുതന്നെ ഒന്ന് ചൂടാക്കണം. ഇതൊന്നും നമുക്കിടാനൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഈ വഴറ്റി വെച്ച പാവയ്ക്കായും പാവയ്ക്ക് ഇത്ര വഴറ്റിയുള്ളൂ. അങ്ങ് ഒത്തിരി വെന്ത് അലിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇതിനകത്തോട്ടിട്ടൊന്ന് ചേർത്ത് ഇളക്കിയെടുക്കാതെ ഇളക്കി ഒരു വെള്ളമൊന്നും ചേർക്കണ്ട. ഓൾറെഡി ആ പാവയ്ക്കകത്ത് വെള്ളമെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. എന്താ ഇത്രേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് മഞ്ചളെല്ലാം
മിനിറ്റ് നമുക്ക് അടച്ചേക്കാം കേട്ടോ. അതെല്ലാം ഒന്ന് പിടിക്കട്ടെ എല്ലാം. നല്ല നമ്മുടെ പാവയ്ക്ക ഈ വഴന്നു അതെല്ലാം ഇട്ട് ചേർത്ത് ഞാൻ 5-10 മിനിറ്റ് വെച്ച് അതെല്ലാം പിടിച്ചു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി നാട് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വിനാഗിരി ഒഴിച്ചാൽ മതി കേട്ടോ. ഒത്തിരി വിനാഗിരി ഒക്കെ ഒന്നാലും കഴിക്കല്ലേ, ഒരു പൊടിയായിട്ട്. നമ്മുടെ അച്ചാർ റെഡിയായി അല്ലേ. ഇത് കൂട്ടി ഇച്ചിരി ചോറെടുത്ത് കഴിക്കാൻ എന്ത് രുചിയാണെന്നറിയാം. അപ്പം ഞാൻ നോക്കണോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ടേക്കണം കേട്ടോ. ഉപ്പൊക്കെ ഇപ്പം എൻ്റെ അച്ചാറിന് ഞാനൊക്കെ പാകമായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഒക്കെ ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അച്ചാർ. അച്ചാറിട്ടിട്ട് ഞാനിങ്ങനെ സങ്കടപ്പെട്ടു. ഇന്ന് കഞ്ഞി വെച്ചില്ലല്ലോ. കഞ്ഞി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അച്ചാർ കൂട്ടി കഴിക്കാനുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ നമ്മുടെ പള്ളിയിൽ ഇന്ന് ധ്യാനമായിരുന്നു. അപ്പോൾ അവിടുന്ന് കഞ്ഞി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കഞ്ഞി വൻപയറും. അപ്പോൾ അതേണ്ടേ കഞ്ഞി വൻപയർ പാവയ്ക്കച്ചാർ വൻപയർ തോരന്. അപ്പോൾ സുഖമായിട്ട് കഴിക്കാനുമായി. അതാണ് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും കിട്ടും നമുക്ക്.